തിരിച്ചറിവിന് മുമ്പ് ചെറിയ കുട്ടികൾ അനുഭവിച്ച ലൈംഗികമായ പീഡനത്തിൻ്റെ പേരിൽ ഭാവിയും നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വരുന്ന മക്കളെ നമ്മൾ കാണാറുണ്ട്. വളരെ വലിയ പേടികളാണ് ഈ കുട്ടികൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. തങ്ങളുടെ ശരീരം കാക്കുവാനുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായും രക്ഷിതാക്കളിൽ നിന്ന് തുടങ്ങണം. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, നല്ല തൊടലും മോശമായ തൊടലും, ടച്ചിങ്ങിനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എവിടെയെല്ലാം തൊടാം, ആർക്കെല്ലാം തൊടാം, തൊടാൻ അനുവദനീയമായ സ്ഥലങ്ങൾ, പാടില്ലാത്ത സ്ഥലങ്ങൾ തുടങ്ങി ശരിക്ക് മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരം ആദ്യത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ പെട്ടുപോയതിന് ശേഷം അവരെ തിരുത്തി ശരിയാക്കി കൊണ്ടുവരിക എന്നത് വളരെ വലിയ ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ടത്, ഒരു കുട്ടിക്ക് അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള വിവരം എപ്പോഴാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? കുട്ടികൾക്ക് മനസ്സിലാക്കി തുടങ്ങുന്നത് എന്നാണ്. അപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു മുതൽ തന്നെ കുട്ടികൾക്ക് തൊടാൻ പറ്റിയ ഭാഗങ്ങൾ, തൊടാൻ പറ്റാത്ത ഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല, നോ ഗോ ടെൽ. ആദ്യം തന്നെ അനാവശ്യമായി ശരീരത്തിൽ തൊടുന്ന ആളുകൾ അവരോട് നോ എന്ന് പറയാൻ മക്കളെ പഠിപ്പിക്കണം. മറ്റൊന്ന്, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമ്മൾ പഠിപ്പിക്കണം. മറ്റൊന്ന്, നമ്മളോട് തുറന്നു പറയാൻ അവരെ പഠിപ്പിക്കണം. ധൈര്യം കൊടുക്കണം. മനസ്സിലാക്കേണ്ടത്, 12-13 വയസ്സായിട്ടും കുട്ടികൾക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ് ഇല്ലാതായതിൻ്റെ പ്രധാന കാരണം രക്ഷിതാക്കളാണ് എന്നോർക്കുക. എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഞാനങ്ങനെ പറയാൻ എന്നല്ല ചിന്തിക്കേണ്ടത്. സംരക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് അവരുടെ ശരീരം സംരക്ഷിക്കാനുള്ള അറിവ് മാതാപിതാക്കളിൽ നിന്ന് പറഞ്ഞു തുടങ്ങി അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവുണ്ടാകണം. ഓർക്കുക, നോ ഗോ ടെൽ, അരുത്, തൊട്ടുപോകരുത്, ഓടി രക്ഷപ്പെടുക. അതുപോലെ നിങ്ങളോട് വന്ന് പേടിയില്ലാതെ പറയുക. ഇതിന് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുക, ട്രെയിനിങ് കൊടുക്കുക. മക്കൾ രക്ഷപ്പെടാനത് കാരണമാകും. പറ്റിപ്പോകുന്നതിന് മുമ്പ് മക്കൾ രക്ഷപ്പെട്ടു പോകണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക.